മന്ത്രി കുരുവിള ജോർജിന്റെ കൂടെയുള്ള MLA-മാരാ. $3 കോടിയുണ്ട്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ സ്പീക്കറെ കാണുന്നു, രാജിക്കത്ത് കൊടുക്കും. രാജി മാത്രമല്ല, മോന് വേണ്ടി ഞങ്ങൾ പ്രധാന വാർത്തകൾ. 3 ഭരണകക്ഷി MLA-മാർ രാജിവെച്ചു. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢശക്തിയാണെന്ന് തനിക്കറിയാമെന്ന് ഞങ്ങളുടെ പ്രതിനിധി. രാഷ്ട്രീയമെന്ന പൊറോട്ട് നാടകത്തിലെ കുലംകുത്തി. മുകുന്ദ, എല്ലാം പോയി മുകുന്ദ. മന്ത്രിസ്ഥാനം പോയി, MLA സ്ഥാനം പോയി, എല്ലാം നിങ്ങൾ കാരണം. മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവസാനം പെരുവഴിയിലായപ്പോ സമാധാനായില്ലേ? എല്ലാം എന്റെ തന്നെ തെറ്റാ. മാധവേട്ടന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലായിരുന്നു. എന്ത് വെണ്ണീറായിട്ടൊരു മാധവേട്ടൻ? എടാ കുരുവളെ, തന്റെ മന്ത്രിസ്ഥാനം കണ്ടിട്ടല്ല ഞങ്ങൾ ഈ കടവിലെ തോണി ഇറക്കിയത്. സർക്കാർ പോയാ ഞങ്ങൾക്ക് ഇതാ. അച്ഛനൊരു ആനക്കൊമ്പ് വേണ്ടി വന്നു, മകനാവുമ്പോ ഒരു മാങ്കൊമ്പ് തന്നെ ധാരാളം എന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ല്. മാധവനല്ല അർജുനൻ, അവൻ കൊത്തുന്നത് മർമ്മത്താ. ആദ്യ SP വെട്രിവേൽ, ഇപ്പൊ ഞാൻ. അടുത്ത ഊഴം നിങ്ങളുടെയാ. മാധവനെ കൊന്ന് നിങ്ങളെ അവൻ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടാ? അവൻ എന്ത് ചെയ്യും? കൊല്ലു. ഇതുപോലൊരു പിടിപിടിച്ച തീരാവുന്നതേ ഉള്ളൂ അവനും. നടക്കുന്ന കാര്യം വല്ലതും പറയണ്ടേ ചേട്ടാ? നിനക്കെന്താ ഇവിടെ? ഒരു വിവരം പറഞ്ഞറിയിക്കാൻ വേണ്ടി വന്നതാ. തന്തയും തള്ളയും ആരെന്നറിയാത്ത എത്തിമായ ചെറുക്കന് കോലോത്ത അടുക്കളയിൽ നിന്ന് 4 നേരം ഭക്ഷണവും കിടക്കാൻ ഒരു ഇടവും തന്ന അന്നു തൊട്ട് തുടങ്ങിയതാ ജമാലും ചന്ദ്രഗിരിയുമായിട്ടുള്ള ബന്ധം. നിന്നെയൊന്നും ഒറ്റയടിക്ക് തീർക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, അത് പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ചന്ദ്രഗിരി കോലോത്ത ഇളമുറ തമ്പുരാൻ അർജുൻ. അല്പന്മാരുടെ പണത്തിന് മുമ്പിൽ സ്വന്തം നില മറന്നപ്പോ കുരുവിള ഓർത്തില്ല അതേ പണം സ്വന്തം അടിവേര് മുറിയാൻ കാരണമാകുമെന്ന്. അർത്ഥം തരുന്നവന്റെ ആസനം ചുമക്കുന്ന നാണക്കേടിന്റെ പേരല്ല കുരുവിളെ രാഷ്ട്രീയം. അതിലൊരു ആദർശമുണ്ട്, നേരിന്റെയും നെറിയുടെയും ഗന്ധമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ അക്കമല്ല വ്യക്തി. ഈ വ്യക്തിയെ ആരാധിക്കണം, ഉരുവിട്ട് പഠിച്ച് മനഃപ്പാടമാക്കണം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികളായ ഓരോരുത്തരെയും ശിക്ഷിച്ചിരിക്കും ഞാൻ. ഹിംസയുടെ ഉപാസകർക്ക് ശിക്ഷ മരണം. വീണിരിക്കും. എനിക്ക് അച്ഛനില്ലാതാക്കിയ തലകൾ ഓരോന്നോരോന്നായി. പ്രതികാരം ഇനി എനിക്ക് വ്രതമാണോ? ആന വാ തുറക്കുന്നത് കണ്ട് നീ വാ തുറക്കരുത്. മാധവനെ കഴിയാത്തതാണോ ഇത്തിരി പോകുന്ന നീ ചെയ്യാൻ പോകുന്നത്? പണം പറഞ്ഞ് ഇയാളുടെ പണി കളയാൻ നിനക്ക് പറ്റും, പക്ഷെ അന്നപൂർണ വിയർക്കും നീ ഒരുപാട്. അതേടാ, നിന്റെ അച്ഛനെ കൊന്നതാ, വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ അത് ചെയ്തു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു ചച്ചേയ് മോനെ. കുരുവിളയെ പോലെ തണ്ടലിനും ബലമില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്, കേട്ടോ. നിന്റെ അഹങ്കാരം, അതിന് കൊടി പിടിക്കാൻ പണം കൊണ്ട് നീ കെട്ടി ഉയർത്തിയ അസ്ഥിവാരം എല്ലാം തകർക്കാൻ തുടങ്ങുകയാണ്. ബെല്ലാരിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് പണമില്ലാതെ പൊരി വെയിലത്ത് പച്ചയ്ക്ക് നിർത്തും. ചന്ദ്രഗിരിയിൽ അർജുനനാടാ പറയുന്നത്. വധിച്ചിരിക്കും നിന്നെ ഞാൻ. ബാങ്ക് അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുക. ഒരൊറ്റ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതെ, ഇന്നത്തെ അവൈലബിലിറ്റി ഏത് ഫ്ലൈറ്റിലാണോ അതില്. ശരി ചേട്ടാ, ടിക്കറ്റ് ഓക്കെ. പക്ഷെ നമ്മൾ പോയാല് പോകുന്നത് അവനെ പേടിച്ചിട്ടൊന്നുമല്ല, തിരിച്ചു വരാതിരിക്കാനുമല്ല. യുദ്ധത്തിൽ പിന്മാറുന്നതും യുദ്ധതന്ത്രം തന്നെയാണ് കൃഷ്ണ. കടലുള്ളിലേക്ക് വലിഞ്ഞിട്ടാണ് ആഞ്ഞടിക്കുന്നത്, അതിനാ ശക്തി കൂടുതൽ. സർ, കോർട്ട് ഓർഡർ ഉണ്ട്. ഈ കേസ് കഴിയും വരെ ജൂറിസ്ഡിക്ഷൻ വിട്ട് പോകാൻ പാടില്ല. അപ്പൊ ബാംഗ്ലൂർ പോക്കും ബെല്ലാരിൽ നമ്മുടെ വീട്ടിലും ഓഫീസുകളിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഒളിച്ചോട്ടം തന്നെയാ. ഇതിലും ഭേദം അവന്റെ ദാസ്യപ്പണി ചെയ്യുകയായിരുന്നു.
എങ്ങോട്ട് പോകുന്നു? വെറുതെ ഒരു ഡ്രൈവിന് ഞങ്ങള്. അപ്പൊ പിന്നെ ഇതോ? എയർപോർട്ടിൽ ചെന്നാ പിടിക്കുമെന്ന് കണ്ടപ്പോ യാത്ര അങ്ങ് ട്രെയിനിലാക്കിയില്ലേ? ഇറങ്ങണം അങ്ങോട്ട്. വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. സർ, ഇതാരുടെയാ? ആരുടെയാന്ന്? എന്റെയാ. പിടിച്ചു കേട്ടോ. വാടോ. എന്താണ് എസ് പി സാർ, ഈ മാന്യന്മാരെയൊക്കെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണോ? കള്ളത്തോക്ക്, കള്ളത്തോക്ക്. ആരാ ഭാർഗവനുണ്ണി? ഞാനാ. എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറണ്ടുണ്ട്. ഇടുക്കിയിലെ വനണ്ടിപ്പയിൽ നിന്ന് മോഷണം പോയ ആനക്കൊമ്പ് നിങ്ങളുടെ പേരിലുള്ള വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. സാർ പ്ലീസ്. അവൻ പറഞ്ഞ പോലെ ചെയ്തല്ലോ രാമനുണ്ണി. ബെല്ലാരിയിലേക്കുള്ള വണ്ടിക്കാശ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ എത്തിച്ചു. ഇല്ല, എന്നെ ജയിക്കാൻ അവന് സാധിക്കില്ല. കൊല്ലും ഞാൻ അവനെ, കൊല്ലും ഞാൻ. അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് ഇനി ആ പവിത്രമോദരം അഴിച്ചോളൂ. കർമ്മങ്ങൾ കഴിഞ്ഞു. ഇല്ല തിരുമേനി, ഇനി ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. പോയിട്ട് കാര്യം ഉണ്ടായില്ല. രാമനുണ്ണി മുങ്ങിയോ? അതെ, അവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല സ്ഥലങ്ങളിലും നെവിൻ സാറിന്റെ കൂടെ പോയി അരിച്ചു പറക്കിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഒളിച്ചോടി പേടിച്ചിട്ട്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഏട്ടനും അനിയനും ഒക്കെ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ അയാൾ അങ്ങനെ അങ്ങ് പോവും. ഇത് മറ്റൊന്നിനു വേണ്ടിയുള്ള മാറി നിൽപ്പാ. അച്ഛൻ സൂക്ഷിക്കണം. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഒരു കണക്കിന് അത് നന്നായി. വെട്ടും കുത്തും ഒന്നും ഇനി വേണ്ടല്ലോ. മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. എല്ലാം മറക്കുക. അയാളിനി തിരിച്ചു വരില്ല എന്ന് തന്നെ വിചാരിക്കുക. തേവര് നല്ലതേ വരുത്തും. അവരാ ചടങ്ങ് എന്നാണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചടങ്ങോ? അതെ, ചന്ദ്രഗിരിയിലെ അടുത്ത കാരണവസ്ഥാനത്തേക്ക് ഇനി വരേണ്ടത് കുഞ്ഞാണല്ലോ. ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിന്റെ കാര്യാ ഷാരടി ഉദ്ദേശിച്ചത്. ഹേയ്, അതൊന്നും വേണ്ട. ഞാനും നിങ്ങളിൽ ഒരാൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ചടങ്ങ്, കാർന്നവർ, സ്ഥാനം അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറയരുത്. അനിഷ്ടങ്ങൾ ശിയായി കാണുന്നു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനമാണ് അടുത്തു വരുന്നത്. ഒപ്പം ചുറ്റമ്പലത്തിന്റെ പുനരുദ്ധാരണവും ഒക്കെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. അതിനെന്താ, അച്ഛൻ തുടങ്ങി വെച്ചതൊന്നും പാതി വഴിക്ക് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ അറിയിച്ചാ മതി. ഷാരടി മാമ, ധനധാന്യങ്ങളല്ല ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഒരു നാഥനെയാ. അതെ, ദേവരുടെ തിരുവാഭരണങ്ങൾ, ഉപസ്ഥാനത്തിരിക്കുന്ന ഭഗവതിയുടെ പട്ടും വാളും ചിലമ്പും, ഇതൊക്കെ ഉത്സവത്തിനും തിരുവാതിരയ്ക്കും എടുത്തു തരേണ്ടത് കുഞ്ഞാ. അതിന് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കണം. അതെ മോനെ, അതാ ആചാരം. ഷാരടി മാമ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടത്തുക എന്ന് വെച്ചാ അത് വേണ്ട. ദേവി ഇത് ഒഴിവാക്കുക. വേണം, മോൻ അനുസരിക്കണം. ശർമാജിയുടെ അടുത്ത് നാളെ തന്നെ പോയി മുഹൂർത്തം കുറിക്കണം. അതും ആചാരത്തിന്റെ ഭാഗമാണ്. കീഴ്വഴക്കപ്രകാരം ചന്ദ്രഗിരിയിലെ മൂത്ത ആൺതരിയാണ് ദേശാധിപൻ. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് നാടുവാഴിക്കോയ്മയുണ്ടായിരുന്നു ചന്ദ്രഗിരിക്കാർക്ക്. അന്നാച്ച നാട് മുഴുവൻ പങ്കെടുക്കുന്ന ഒരു ഉത്സവം പോലെ നടക്കേണ്ട ചടങ്ങായത്. ശരിക്കു പറഞ്ഞാൽ ഇയാൾ സിംഹാസനസ്ഥനാവുന്ന പുണ്യകർമ്മം. എന്റെ സംശയം അതല്ല തിരുമേനി. കാലം മാറി, കാഴ്ചപ്പാടുകൾ. എന്നിട്ടും ഈ പഴയ ഫ്യൂഡൽ പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആചരിക്കപ്പെടുക എന്ന് വെച്ചാൽ, ഓരോ ആചാരത്തിന്റെ പിന്നിലും ഓരോ ലക്ഷ്യമുണ്ട്. പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങിയപ്പോഴാ നമ്മുടെ സമുദായം അധപ്പതിക്കാൻ തുടങ്ങിയത്. മനുഷ്യനല്ല, ശാസ്ത്രമാണ് വലുത്. ശാസ്ത്രം എന്ന് വെച്ചാ ഇവിടെ ആചാരം. ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഒരു പണത്തൂക്കം പോലും എടുക്കാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാത്തുസൂക്ഷിക്കാൻ തിരുവിതാംകൂർ രാജകുടുംബത്തിന് കഴിഞ്ഞത്
ശാസ്ത്രത്തിലും ആചാരത്തിലും വിശ്വാസമുള്ളതുകൊണ്ടാ.